ഇപ്പോ ഈ കാലഘട്ടത്തിൽ അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നായിരുന്നു അത്. ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു പ്രഭാഷണത്തിന് ആരെങ്കിലും വിളിച്ചാൽ പോവും, അതായത് അതിന് പങ്കെടുക്കാൻ പോവോ, എന്താണ്? കുറെയൊക്കെ മറന്നുപോയി. എന്നാലും ഞാൻ ഗാനമേള സ്റ്റേജുകളിലൊക്കെ ഒരു പ്രണയത്തെ കുറിച്ചുള്ള ഒരു ഡയലോഗ് പറയാറുണ്ട്, എല്ലാരും പറയിപ്പിക്കാറുണ്ട്. ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് പറയോ? എന്താണെന്ന് വെച്ചാല് ഈ പ്രാവശ്യത്തെ റംസാനിൽ വഡാഫോൺ ഐഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്ത കോളർ ട്യൂൺ എന്റെ ഒരു പ്രഭാഷണമായിരുന്നു. അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് ഓർമ്മയില്ല, എന്നാലും ഞാൻ പറയാം. ആത്മസംസ്കരണത്തിന്റെ നിരസാഫല്യവുമായി പരിശുദ്ധമായ റംസാൻ നമുക്ക് മുന്നിലെത്തുകയാണ്. ഇനി ദിക്കുകളും സലാത്തുകളും കൊണ്ട് നിറയുന്ന മാസമാണ്. പ്രിയ സോദര, നമുക്ക് മടങ്ങാം അല്ലാഹുവിന്റെ വഴിയിലേക്ക്. അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോളർ ട്യൂണാണ് ടോപ്പ് 10 ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പ്രണയത്തെ കുറിച്ച് സ്റ്റേജിൽ പറയാറുണ്ട്. എന്തെന്ന്, പാടത്തും ബീഡികത്തിന് ഇലമിരിക്കുന്ന സമയം ഒരു പെണ്ണ് തന്റെ മുന്നിലൂടെ നടന്നു പോയാൽ അവൾ എന്നോട് ലൈന എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, ഞാനൊന്ന് പറയട്ടെയോ, പെണ്ണെന്ന വർഗം അവൾ ചിരിച്ചു കണ്ടെടുക്കും, അവൾ കരഞ്ഞുകൊണ്ട് ചതിക്കുമെന്ന് ഒരു വടക്കൻ വീരകഥാ സിനിമയിൽ മമ്മൂട്ടി പോലും പറഞ്ഞില്ലേ. ഇതൊരു തമാശക്ക് അതിൽ അവസാനം പറഞ്ഞ വാക്കുകളും ജീവിതവുമായി എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഇല്ല, അതൊരു ഒരു മിമിക്രി ആയിട്ടാണ് ഞാൻ സ്റ്റേജ്. അല്ല, അതിൽ പറഞ്ഞു, അതായത് പെണ്ണെന്ന ഇത് പിന്നെ വർഗത്തെ അടച്ച് ആക്ഷേപിച്ച് അതല്ല, പെണ്ണെന്ന വർഗത്തല്ല, അതായത് പ്രണയം ഉണ്ടായിരുന്നു, അത് പിന്നെ പൂവണിഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് ഒരു പെണ്ണ് പോകുമ്പോ ആ പെണ്ണ് ചിരിച്ച് ഉടനെ തന്നെ അവൾ ഇന്നേറ്റ് ലൈനാന്ന് കരുതുന്ന ചെറുപ്പക്കാർ ചിന്തിക്കേണ്ട. അല്ലാണ്ട് ഒരുപാട് പ്രണയിച്ചവർക്കുള്ളതല്ല ഞാൻ പറയാ. കാരണം എന്താ വെച്ചാല്, ഒരു പെണ്ണ് വരുമ്പോ ഫസ്റ്റ് കണ്ട ചിരിക്കും, ലാസ്റ്റ് അവര് ചതിക്കുമ്പോ പറയും സോറി, ഇത്രേ ഉള്ളൂ. സോറി ഏട്ടാ, അല്ലെങ്കിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ. അങ്ങനെയാണോ അടുത്ത വീട്ടിലെ കല്യാണത്തിന് എന്നുള്ള ഒരു കല്യാണമാണ് ആദ്യം കഴിഞ്ഞത്? അതല്ല, അങ്ങനത്തെ അത് പിന്നെ നിങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവരെ കല്യാണം കഴിഞ്ഞു എന്ന് പറയണ്ടായി. അപ്പോ ആ കല്യാണത്തിന്, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ അടുത്ത വീട്ടിലെ കല്യാണത്തിന് സമയത്ത് എഴുതിയിട്ടാണോ ഈ ഗാനം? അടുത്ത വീട്ടിലെ കല്യാണത്തിൽ ഞാൻ അനുഭവിച്ച കുറെ സംഭവമുണ്ട്. ആ കല്യാണത്തിന് ഞാൻ തലേന്ന് പോയി അവിടെ ഒപ്പന സംഭവങ്ങൾ നടക്കുക. പക്ഷെ അതിന്റെ നേരിട്ടുള്ളൊരു പിക്ചറൈസ്, അതായത് അത് നേരിട്ടുള്ളൊരു ക്യാമറക്കുള്ളിൽ ഒതുക്കിയതാണോ ആ ഗാനവും അതിന്റെ ചിത്രീകരണമൊക്കെ? കാരണം അതില് പറഞ്ഞ ആ സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചില്ല കഥ. അതില് എന്താ വെച്ചാൽ, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച ആളാണ്, ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച ആളാണ്. അതാണ് ഞങ്ങള് അതില് ഞങ്ങള് മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഭാഗം ജീവിതത്തിൽ ആ ഗാനം ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന്, അതായത് ഒരുപാട് പിന്നെ കേട്ടതാണ് ആയിരിക്കും പ്രേക്ഷകർ, എന്നാലും ഇപ്പൊ നേരിട്ടൊന്ന് കേൾക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് ഈ പുകഞ്ഞത് അടുപ്പിലല്ല, എന്റെ നെഞ്ചിലാ. അന്ന പന്തലിൽ മുത്തുകണക്ക് പെയ്തു വീണത് മഴയല്ല, അന്നവിടത്തിൽ പെയ്തൊഴിഞ്ഞത് എന്റെ കണ്ണീരാ. ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം എന്നോട് ചോദിച്ചാൽ അത് അവളെ കല്യാണം, അപ്പൊ നിങ്ങളെ കല്യാണത്തിന് നിങ്ങളെ കല്യാണമല്ല ആദ്യം കഴിഞ്ഞ, അപ്പൊ നിങ്ങളൊന്ന് അനുഭവിച്ചു. അപ്പൊ എന്റെ നിക്കാഹ് എന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ്, അതിൽ എന്റെ കല്യാണത്തിന് ഞാൻ എന്താ അനുഭവിച്ചെന്ന് പറയുന്നത്. അതിലെ ഒരു 4 പേര്. എന്റെ നിക്കാഹിനായി എന്റെ വീട്ടിൽ പന്തലൊരുങ്ങി, ആ നാളിൽ എന്നെഞ്ചിൽ തീക്കനലായി നീ മാറി. ഒരു പന്തലിൽ ഞാൻ വരനായി, ആ പന്തലിൽ നീ വധുവായി വരുമെന്ന് കരുതിയ സ്വപ്നം ആ നാളിൽ വെണ്ണീറായി. അത് എന്റെ, അതായത് ഇതാണ് ഇപ്പൊ ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോണ ഗാനം ഇതാണ്. അതായത് ഇതിന്റെ ഒരു ഇമ്പാക്ട് ഒരു എന്തായിരിക്കും? അതായത് അത് ആദ്യത്തെ ഗാനം ഉൾക്കൊണ്ട പ്രേക്ഷകരുടെ തന്നെ വിശ്വാസത്തോടു കൂടി ഞാൻ കിട്ടിയ പെണ്ണ് എന്ന് പറഞ്ഞത് ഒരു ബൂമർ ഹിറ്റ്, അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതായത് ഒരുപാട് പിന്നെ യുവമനസ്സുകളിൽ അത് പല ഇതുണ്ടാക്കിയിട്ടുണ്ട്. അത് പലരും പലവട്ടം പാടി നടന്ന പാട്ടാണ്. അതിന്റെ ഒരു ഫീഡ്ബാക്ക് എന്താണ്? അതായത് അത് പ്രേക്ഷകരിൽ എത്തിയിട്ട് തിരിച്ച് പ്രേക്ഷകരെടുത്തുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? അതിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഞാൻ ഒരിക്കലും അതൊരു കല്യാണം കഴിയാത്ത ആളുകൾ ആ പാട്ട് സ്വീകരിക്കുമെന്നൊന്നും ഒരിക്കലും കരുതിയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ എല്ലാവരും ആ പാട്ടിലൂടെ എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞത്
അതൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ കഥ പറഞ്ഞതാണ്. വളരെ ഇന്നവരെ പറയാത്ത, ഇന്നും എനിക്ക് അന്യമതസ്ഥർ പോലും കൂടുതൽ പറയുന്നത് ഞാൻ കെട്ടിയ പെണ്ണ് അതൊരു സംഭവം. അതെനിക്ക് ഒരുപാട് പ്രശസ്തികൾ നേടിത്തന്നൊരു പാട്ടാണ്. പിന്നെ എന്താന്ന് പറയാ, ഒരു വിദേശികൾ പോലും ചില ആളുകൾ കേട്ടിട്ട് നെറ്റിലൊക്കെ കാണാം, ചില ഇന്തോനേഷ്യക്കാരൊക്കെ ആ പാട്ട് പാടി യൂട്യൂബിലിട്ട്. അപ്പൊ അത് വലിയ എനിക്കൊരു ഓസ്കാർ അവാർഡിന് തുല്യം കിട്ടിയൊരു പാട്ടാണ്. കാരണം അങ്ങനത്തെ ഒരു പാട്ട് എന്നിൽ നിന്ന് വന്നല്ലോ. കാരണം ആരും പറയാത്തതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ വലിയ ഒരു ചാരിതാർത്ഥ്യമാണ്. പിന്നെ അതിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. വീട്ടിലെ കല്യാണം ഇത് പിന്നെ അതായത് ഇപ്പൊ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് ഉണ്ടായിരുന്നു. കാരണം ഈ അടുത്ത വീട്ടിലെ കല്യാണം ഇറങ്ങി സമയത്ത് ഇതേപോലെ, കാരണം എന്നോട് ഒരുപാട് പ്രായ സ്ത്രീകളായാലും അല്ലാതായാലും അത് കണ്ടിട്ട് ഒരുപാട് ആൾ കരഞ്ഞു. കാരണം നിങ്ങൾ അങ്ങനെ മരിക്കരുതായിരുന്നു, നിങ്ങൾ എന്തിനാ മരിക്കുന്നത്, എല്ലാ വീഡിയോയിലും ഞാൻ മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാര്യ മരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലായിടത്തും അതായത് ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിട്ടുള്ള ഒരു ഭാര്യ മരിക്കുന്നത്, പിന്നെ ഒരു ഗൾഫുകാരന്റെ ജീവിതം പറയുന്ന, അതായത് സജിത ബേട്ടി കൂടെ അഭിനയിക്കുന്ന ഒരു ഇതിൽ അതിലും ഭാര്യ മരിക്കുന്നത്. അതൊക്കെ ഒരു എല്ലാത്തിലും അതായത് സങ്കടങ്ങൾ, അതായത് ഏറ്റവും എല്ലാ ഗാനങ്ങളും ഏകദേശം അവസാന ഭാഗം ഒരു ട്രാജഡിയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിന് വലിയ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ അങ്ങനെയുള്ള വിഷ്വലുകൾ ചെന്നാൽ അത് വീണ്ടും വീണ്ടും ആളുകൾ കാണാൻ ശ്രമിക്കുന്നു. പിന്നെ കണ്ണീരില്ല കരയാൻ എന്ന് പറഞ്ഞത് ഞങ്ങളൊരു മെസ്സേജ് കൊടുത്തതാണ്. കാരണം എല്ലാവരും മനസ്സിലാക്കണ്ട, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അതായത് വിരോധാഭാസം, അത് ഞങ്ങളൊരു ചിത്രീകരിച്ച് കാണിച്ചു. 5 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു വലിയ കഥ പറഞ്ഞു. അതുപോലെ തന്നെ അപ്പൊ എല്ലായിടത്തും പോയാലും എല്ലാരും ചോദിക്കും, അങ്ങനെ എന്താണ് നിങ്ങൾ മരിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യ മരിക്കുന്നത്. അതിലൊരിക്കലും ഞാൻ പങ്കാളിയല്ല. ഡയറക്ടർമാർ എഴുതുന്ന സ്ക്രിപ്റ്റ് ആണ്, അതിൽ അഭിനയിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയും, എന്നെ മരിപ്പിക്കരുത് അഭിനയിക്കാൻ വിളിച്ചാൽ ഞാൻ പറയുന്നത്. ഈ അടുത്ത വീട്ടിലെ കല്യാണം ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് അതായത് പല ഇതിനും, അതായത് യുവാക്കൾ കണ്ടിട്ടുണ്ടാവാം, പിന്നെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവാം, മുതിർന്നവർ, അതായത് കുറച്ച് വയസ്സായാലും അവരിൽ നിന്നൊക്കെ ഉള്ള ഒരു വ്യത്യസ്തമായ ചോദ്യങ്ങളായിട്ടും, അതായത് പിന്നെ ദൈകാരം വന്നിട്ടുണ്ടാവും, ചോദ്യങ്ങളും പിന്നെ പ്രതികരണങ്ങളും ദൈകാരം വന്നിട്ടുണ്ട്. അത് മനസ്സ് തട്ടിയ എന്തെങ്കിലും പ്രതികരണങ്ങൾ? മനസ്സ് തട്ടിയത് എന്താണെന്ന് വെച്ചാല്, കണ്ണീരില്ല കരയാൻ എന്ന എന്റെ വിഷ്വല് ചാനലിലൂടെ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ച്, കാരണം ആൽബത്തെ അംഗീകരിക്കാത്ത ആളുകൾ പോലും വിളിച്ച് ഞങ്ങളോട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ചില ആളുകൾ ഞങ്ങളെ വിളിച്ച് തെറിയും പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഉമ്മയാവും അങ്ങനത്തെ ആള്, അല്ലെങ്കിൽ നിന്റെ പെങ്ങൾ, അങ്ങനെ കുറെ ആള് തെറിയും പറഞ്ഞു. എന്റെ ഗൾഫിൽ നിന്ന് നെറ്റ് കോളൊക്കെ വിളിച്ചിട്ട്, അതിനുശേഷം നെറ്റ് കോൾ എടുക്കാറില്ല ഫോണില് ഞങ്ങൾ വന്നത്. അപ്പോ പിന്നെ ഇതേപോലെ ഒരുത്തൻ വിളിച്ച് തെറി പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ അവനെ തേടി പിടിച്ചപ്പോ അവൻ പറഞ്ഞത്, ഈ വീഡിയോ കണ്ടത് കാരണം എന്റെ പെണ്ണ്, അവൻ സ്നേഹിക്കുന്ന പെണ്ണ് എന്റെ ഫോണ് വാങ്ങിച്ച് ഞങ്ങൾ തമ്മിൽ ബന്ധമില്ലാതായി, അത് കാരണമാണ് അങ്ങനെ ഒരു ഇത് വന്നത്. ആ ഒരു ദേഷ്യമാണ് ഞങ്ങൾ നിങ്ങളോട് പ്രതികരിച്ചത്. പിന്നെ അതിനുശേഷം പിന്നെ അടുത്ത വീട്ടിലെ കല്യാണം ചാനലിൽ ഓടുന്ന സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോ ആ സമയത്ത് ഒരു പ്രായമായ സ്ത്രീ വീട്ടിൽ വന്നു, എന്നൊന്ന് കാണണം എന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിൽ. അപ്പൊ ഞാൻ പോയിക്കുകയാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ, ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് എന്റെ മോനെ പോലെ ഞാൻ കാണുന്നത്, അപ്പൊ എനിക്കൊന്ന് കാണാനായി കണ്ടപ്പോ എന്തോ മനസ്സിൽ വളരെ ഒരു വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അന്ന് തന്നെ എന്റെ ഭാര്യ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞാൻ അന്ന് ഈ സ്ത്രീ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു. ആ വീഡിയോ കണ്ടിട്ട് അത് അത്രക്കധികം മനസ്സിന്റെ ഉൾത്തട്ടിയിരുന്നു. അപ്പൊ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി എന്റെ മോനെ എനിക്കിങ്ങനെ തോന്നുന്നു നിനക്കങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് വന്ന് കണ്ടതെന്നൊക്കെ ഒരുപാട് കരഞ്ഞു. അതിന്റെ മക്കളെല്ലാരും ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, അത് നമ്മൾ ചെയ്തൊരു വേഷത്തിന്റെ ഒരു ഇമ്പാക്ട് വിജയം. അതായത് അത്രക്കും പ്രേക്ഷക മനസ്സിലേക്ക് എത്തിയതുകൊണ്ടാണോ ഇരിക്കാം അങ്ങനെ വന്നത്. എന്റെ കരച്ചിൽ കണ്ട് വളരെ സങ്കടം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറെ അനുഭവം